അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനകത്തൊരു കൂട്ടാത്തോടെ ഒരു നിലപാടെടുക്കുന്നു. അത്തരത്തിലാണ് ഈ ഐക്യം എന്നത് ഒരുപക്ഷെ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ സന്ദർഭങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ഈ ഐക്യം പ്രയോജനപ്പെടും. അപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ ഇത്തരം ഒരു ഐക്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. കാരണം ഈ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തിനുള്ള അംഗീകാരവും അതിൻ്റെ പിന്നീടുള്ള നടപടിക്രമവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചന തീരുമാനം എടുത്ത ശേഷമല്ലേ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുള്ളൂ. അതൊന്നും പറയാനൊക്കില്ല. ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ ദിവസമായ സമയം ഒന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ. അവർ സ്വാഗതം ചെയ്തതല്ലേ ഉള്ളൂ, ഒന്നും സംസാരിച്ചിട്ടില്ല. എന്താ നസ്രാണിനെ ഉൾപ്പെടുത്താൻ സാധിക്കും ചോദിച്ചാൽ, ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്. ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും വന്നുള്ള ഒരു നിവേദനങ്ങളും അവിടെ നമുക്ക് ഒന്നിച്ച് പോകണമെന്നുള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതൊക്കെ ഇപ്പൊ പറയാനും നോക്കത്തില്ല. ആരൊക്കെ ആയിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകും എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല. അതും പറയാനൊക്കെ 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പം ഏതായാലും സുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. സെക്രട്ടറി, താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുമാരൻ നായർ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അതായത് വെള്ളാപ്പള്ളിക്കാരിൽ കയറിയത് എന്താണുള്ളത്, അല്ലെങ്കിൽ താങ്കൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായ സമയത്തല്ല ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഒരിക്കലും NSSന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചിരുന്നു? ഒരാക്രമണമൊന്നും വിളിച്ചിട്ടില്ല. സാമൂഹ്യ സത്യങ്ങളും മനസ്സിലാക്കുകയും ഒരു കുറച്ചെല്ലാം കടന്നു പോകുന്ന ഒരു സമുദായ നേതാവിനെ പറ്റി എന്ന് വന്നപ്പോൾ അദ്ദേഹം സഹിക്ക വയ്യാത്തതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിര് വേണ്ടേ? അത് എത്ര ദിവസമായി? അത് എന്ത് കാര്യത്തിന്? വല്ല കാര്യമുള്ള കാര്യമാണ്. ഇവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എഴുത്തുകാരി നടക്കണമെന്നാണ് ഞാൻ. അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും അത് കേട്ടാലും കണ്ടാലും മനസ്സിലാകലേ. അത് സഹികെട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ സുമാരൻ നായർ അടക്കം വളരെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാൻ ഇടയായിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ നാളെ വരെ ഫോണിൽ സംസാരിക്കേണ്ടതുണ്ട്. സെക്രട്ടറി പറയുന്ന കാര്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യവും ഒന്നാണ്. ഈ മലബാർ കലാപം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലൈൻ എന്താണ്? CPMന്റെ ഒപ്പം എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ആരുടെ ഒപ്പമില്ല. ഞങ്ങൾ സ്വതന്ത്രമായി നീതിയും സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരല്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള രീതിയിലേക്ക് അവർ നിലപാട് മാറ്റി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത്? നിലവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ കൂടി ഇങ്ങനെ ചുമ്മാ പറയിപ്പിക്കുന്നില്ല. കാരണം നിലപാട് എൻ്റെ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിച്ചു. 3ാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും ചാടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് 3ഉം 2ഉം 2ആണ്. 3ാമത്തത് വേറെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്കൂട്ടാൻ പാടില്ല. ഇത് 2 കണക്ക് കൂട്ടിക്കൊണ്ട്
നമ്മുടെ ത്രിതല പഞ്ചായത്തിന് കണക്ക് കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇതാരും ഇന്നാളെ വിജയിച്ചു കളയുമെന്നുള്ള ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം പിടിച്ചടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആക്രോശിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലാദിക്കുന്നത് ശരിയല്ല. പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.